അപ്പൊ ഞങ്ങള് കാട്ടിക്കൂടെ മൽബറി പറിക്കാൻ പോവാ. ഒരു 2-3 വീടുണ്ട്. പക്ഷേ അവര് പണി കഴിഞ്ഞതേ ഉള്ളൂ. അവരിപ്പോ അടക്കാണ്ട് ശിക്ഷക്ക് നടക്കണം. ഒത്തിരി പേരുടെ വീടൊക്കെ ഉണ്ട്. നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നും അറിയത്തില്ല. ഞാനിവിടെ ആദ്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഒത്തിരി ആളുകളെ വന്നിട്ട് മൽബറി വെട്ടിയ നമ്മളിപ്പം കാട്ടിപ്പോവാം. ഏതാ മൽബറി മരം? ഇവിടൊക്കെ വീടുണ്ടല്ലോ. അത് വീടല്ല ഗൈസ്, പിന്നെ അതെന്താ? പണിക്കാർ ഈ വീട് പറഞ്ഞപ്പോ കോട്ടയം ജില്ലയാണ്. നമ്മുടെ ഫേമസ് ആയ ഒരു സ്ഥലമാണിത്. അതും പൊൻകുന്നം എന്ന സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എനിക്കിതുവരെയൊക്കെ നടക്കാൻ നല്ല പേടിയാണ് കേട്ടോ. കാണട്ടെ ഇതെങ്ങനെയാ? ഓക്കെ ഓക്കെ. മൽബറിക്ക് എന്ത് കാണിച്ചു കൊടുക്കട്ടെ? നിർത്ത് കുലിക്കല് നിർത്ത്. മൽബറിക്ക് എന്ത് കാണിക്കട്ടെ? ഉണ്ടോ കറുത്ത മൽബറിക്കൊക്കെ? നിങ്ങളൊന്ന് നിർത്തി. ഞാൻ മൽബറിക്ക് എന്ത് കാണിച്ചോട്ടെ? ചേച്ചിക്ക് കാണിക്കാൻ പറ്റുന്നില്ല, ഫോക്കസ് കിട്ടുന്നില്ല. ഈ ഏരിയ നിങ്ങൾക്ക് ഏതെന്ന് മനസ്സിലായോ? ഇതൊരു കോട്ടയം ജില്ലയിലാണ് കേട്ടോ ഇത്. ഇവിടെ അത്യാവശ്യം നല്ല ഇങ്ങോട്ട് നമ്മൾ കിഴക്കേരിയ ഇത്, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെയാണ് ഇവിടെ. മൽബറിക്ക് കിടക്കുന്നുണ്ട്. ഞങ്ങളിത് പറിച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇല എന്തിനാ? അതിസാഹസികമായിട്ടൊക്കെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നല്ലേ? ഇപ്പൊ പറിച്ചു. വാഴയിലാണോ? ഇവിടാണ് പറിക്കാൻ പോകുന്നത്. ഈ ഇല പറിക്കുന്നത് നമ്മൾ മൽബറി പറിച്ച് ഇതിനകത്ത് കളർ പിടിക്കും. ദേഹത്ത് നമ്മൾ ഉടുപ്പ് ഇങ്ങനെ ഇട്ടാൽ മീൻസ് അതിന്റെ കളർ ഉടുപ്പ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. നല്ല വീട്ടിൽ നിന്ന് വഴക്ക് കിട്ടും. അതുകൊണ്ട് വേണം. ഓക്കെ. ഇത് കുട്ടി നമ്മൾ ഉറപ്പായിട്ടും വലിയ പാത്രമൊക്കെ ആയിട്ട് കൊണ്ടുവന്നേ. നമ്മൾ കാരണം ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഓൾറെഡി മൽബറി മരം കഴിഞ്ഞ ഒരു കുറച്ച് മാസം മുമ്പ് അത് വെട്ടിക്കളഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടെ ഇല്ലായിരിക്കും. അപ്പം ഞാൻ ഇന്ന് തിരിച്ച് ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു ഇങ്ങനെ മൽബറിക്ക വേണമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത്. നിങ്ങൾ പറ. ഫ്രണ്ട്സ് പറഞ്ഞു കുറച്ച് മരബലിക്ക പറിച്ചിട്ട് വരണമെന്ന്. അപ്പോൾ ഞങ്ങൾ മാങ്ങയിൽ 2-3 മാങ്ങ കിടക്കുന്നത്. ഞാനൊരു സ്പെഷ്യൽ കാര്യം പറയട്ടെ. പച്ചയല്ലേ ഇത്? നല്ല മധുരം. ഒന്ന് കഴിച്ച് കാണിക്ക്. പച്ച മധുരമുണ്ട്. ഈ കറുത്തത് ഞാൻ പറിച്ചു തരാം ഗൈസ്, കാണിച്ചു കണ്ടോളൂ. ചരക്കട്ടെ. ഇത് വരുമല്ലേ? കഴിച്ച് കാണിക്ക്. ടേസ്റ്റ് ഉണ്ടോ നോക്ക്. നല്ല മധുരമുണ്ട് ഗൈസ്. കൈയുടെ കളറ് കാണിക്ക്. അയ്യോ ഗൈസ് നിങ്ങൾ നോക്ക്, കൈയുടെ ഒക്കെ കളറ് ചോര കളറാണ്. അപ്പൊ നമുക്കിത് മൽബറിക്ക പറിച്ചിട്ട് കാണാം ഗൈസ്. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഉടുപ്പായി എടുക്കാഞ്ഞത്. കൈ നിറച്ച് കിട്ടും. നല്ല സ്വീറ്റ്സ് ആണ്. ഒന്ന് പറിച്ചിടണ ചെന്ന് നമ്മൾ പെട്ടെന്ന് സൂക്ഷിച്ച് പറിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇത് പെട്ടെന്ന് പഴുത്താണ്ട് അടന്നടന്ന് പോകുന്നുണ്ട്. ഇതിങ്ങനെ കഷ്ടപ്പെട്ട് പറിക്കണത്. ഞാൻ വീഡിയോ എടുക്കുന്നു, പറിക്കുന്നതും കൂടെ ഭയങ്കര കഷ്ടമാണ്. വീഡിയോ എടുക്കാൻ ആരില്ല. വീഡിയോ എടുക്കുന്നു. ആരും നമുക്കില്ല ഇവിടെ. ഒന്നും താഴെ പോകും. പ്രാണികളും കാടായതുകൊണ്ട് പ്രാണികളും ഒക്കെ ഉണ്ട്. ഒക്കെ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറിക്കാൻ പറ്റില്ല. ഞങ്ങൾ എത്ര മൽബറി ഞാൻ എത്ര മൽബറി പറിച്ചു ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത്രയും മൽബറിക്ക് നമ്മൾ പറിച്ചിട്ടുണ്ട്. കൂടുതൽ ഒത്തിരി ഒന്നും പറിക്കാൻ പറ്റില്ല,
നമ്മൾ അടുത്തേത് ഇത്രയും പറിച്ചത്. ഇവിടെ കുറേ മൽബറി പറിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് പറിക്കും. ഇവിടെ ഉണ്ട് ഈ മൽബറിയുടെ പറിച്ചിട്ടേക്കോ. മൽബറി ചേച്ചി കഴിച്ചു. ഒത്തിരി പറിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി പറിക്കാൻ നോക്കാം. ഞങ്ങൾ ഇത്ര നേരത്തെ പറിച്ചിട്ട് അധ്വാനം കിട്ടാൻ പറിച്ച് കുറേ പറിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒത്തിരി ഇവിടെ ഉണ്ട്. നമുക്ക് ബാക്കിയെല്ലാം മണ്ടയാണ്. മണ്ടയ്ക്കായതുകൊണ്ട് നമുക്ക് മണ്ടയ്ക്കൊന്നും കയറാൻ പറ്റത്തില്ല. മണ്ടയ്ക്ക് നമ്മൾ മഴ കൊഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ പഴുത്തേ നമ്മൾ പറിക്കുന്നുണ്ട്. സാധാ ചുമല കളറിൽ ഞാൻ പറിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഡോണച്ചിനെ കാണിക്കാം. ഡോണച്ചി ഇവിടെ മൽബറിക്ക പറിച്ചുകൊണ്ടിരിക്കുവാണ്. നല്ല ഒത്തിരി ഉണ്ട്. ഡോണച്ചിയുടെ അനിയൻ മാത്രം അവിടെ വന്നിട്ടില്ല. ബാക്കി എല്ലാവരും ഉണ്ട് ഇവിടെ. ബാക്കി എല്ലാവരും നല്ല ഞങ്ങൾക്ക് 3 പേരും ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് മറ്റേ എന്താ പറയുക ഒരു വൈബ് സ്ഥലമാണ് ഇത്. നമുക്ക് നിങ്ങൾക്ക് ഈ സ്പോട്ട് പറിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇനി പറിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഞങ്ങൾ ഉടനെ വീഡിയോ എടുക്കുന്നതായിരിക്കും. പറിച്ചിട്ട് കാണാം ഗൈസ്. നമ്മൾ ഇത്ര മൽബറിയൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്കിനി തോട്ടിൽ പോയി കഴുകണം. നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ വീട്ടിൽ കഴുകുന്ന തോട് നല്ല രസമായിരിക്കും. നമുക്ക് നല്ല വൈബ് കിട്ടും. ചിലപ്പോൾ വെള്ളം പറ്റി പോയി കാണാം ഗൈസ്. നമുക്ക് നേരെ തോട്ടിലോട്ട് പോയി കാണാം. മതി. വ്യൂ ഗൈസ്, നല്ലൊരു വ്യൂ ആണ് ഇവിടെ. ഞങ്ങളുടെ ഏരിയ നല്ലൊരു ഏരിയ ആണ്. ഉറക്കെ പറയണേ. ഞാൻ 2 ദിവസമായി. ആ ഇല്ല, ഇന്ന് പോവും. ആ അപ്പോൾ ഇതാണ് ജുവാന. ഇത് തോട്. ഇപ്പോഴത്തെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോട് ചേച്ചി വരണേ. ഇവിടെയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് വേണം. ഇവിടെ കണ്ടോ കൂടി എല്ലാവർക്കും ഇന്നാ കാണുന്നുണ്ടോ. ഇപ്പൊ എങ്ങോട്ടാ പോന്നെ? നേരെ വലിയ കുളത്തിലായിട്ടാണോ നമുക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. നല്ല അത്യാവശ്യം ആഴമൊന്നുമില്ല കേട്ടോ. കുഞ്ഞു കൈവേ അരുവി പോലത്തെയാണ്. പക്ഷെ വെള്ളം നല്ല വെള്ളം. ഇവിടെ അലക്കാനൊക്കെ ആൾക്കാർ വരുന്നു. ഇവിടെ അലക്കാനൊക്കെ ആൾക്കാർ വരാറുണ്ട്. വാ തോട്ടിൽ നിന്ന് വന്നപ്പോൾ ചക്ക വെട്ടുന്ന സുഖം. എന്ത് ചക്കയാ? വരിക്കച്ചക്ക. മധുരം ഉണ്ടോ? ഇത് നീ കൊണ്ടുപോകാനാണോ? എൻ്റെ ഫ്രണ്ട്സിനെ കൊടുക്കുന്നത്. നല്ല മണം. ഇതെവിടുന്ന ഈ ചക്ക? ചേച്ചിയെന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. അവരുടെ പ്രാവിനിട്ട് കല്യാണത്തിന് നമ്മൾ അവരിട്ട് കിട്ടി. കല്യാണം കഴിഞ്ഞ് വന്നപ്പം ചക്ക കൊടുത്ത് നമ്മളിതിൻ്റെ ചക്കക്കുരു എടുക്കാറുണ്ടോ? ഇത് നല്ല ശരി എന്നാ കഴിച്ചു നോക്കാം.
വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.